ആത്മാവ്. അഖില ഭാരതം എന്നൊരാൾ മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ കൂടി നിന്ന് തേങ്ങി. അടക്കം ചെയ്ത സ്ഥലത്ത് ഒരാൾ ഒരു തെങ്ങിൻ തൈ നട്ടു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് തെങ്ങിൻ്റെ ഒരു വേരിൽ കയറി ഒളിച്ചിരുന്നു. തെങ്ങ് വളർന്നു. സന്ദർഭമൊത്തപ്പോൾ ആത്മാവ് ഒരു തേങ്ങയുടെ ഉള്ളിൽ കയറി പറ്റി. ഒരു തണ്ടാൻ വന്ന് തേങ്ങയെ തറ പറ്റിച്ചു. ഒരു ചാക്കിനുള്ളിൽ കയറി നഗരചന്തയിലേക്ക്. ഒരു ഉദ്യോഗസ്ഥയുടെ വാനിറ്റി ബാഗിൽ കയറി വീട്ടിലേക്ക്. ഒരു വെട്ടുകത്തി വന്ന് തേങ്ങയെ രണ്ടാക്കി. അഖില ഭാരതത്തിലെ ആത്മാവും രണ്ട് തുണ്ടായി. പിന്നെ മിക്സിക്കുള്ളിൽ അരഞ്ഞ് ഉരുണ്ട് പിരണ്ട് കുഴമ്പായി മാറി. ഉദ്യോഗസ്ഥയുടെ തീൻമേശയിൽ കൂട്ടുകറികളായി നിരന്നപ്പോൾ ആത്മാവിൻ്റെ ഒരു ചംക്രമണം പൂർത്തിയായി. ഇങ്ങനെയാണത്രേ ഇന്ത്യക്കാരന് ആത്മാവ് നഷ്ടപ്പെടുന്നത്. ഇത് വളരെ പണ്ട്, ഒരുപക്ഷെ ഞാൻ കുറേ കൂടി കുട്ടിയായിരുന്ന കാലത്ത് ഞാൻ എഴുതിയൊരു കൊച്ചു കഥയാണ്. ഇത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കുട്ടികൾക്കും ഇത്തിരി മുതിർന്ന കുട്ടികൾക്കും എഴുതാവുന്നൊരു പങ്ക്തി ഉണ്ടായിരുന്നു, ബാലപങ്ക്തി. അതിലാണ് അച്ചടിച്ചു വന്നത്. ഈ കഥ എഴുതുന്ന കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഭാവിയിൽ ഞാൻ വലിയൊരു എഴുത്തുകാരനാവും, അല്ലെങ്കിൽ ഞാൻ വലിയൊരു എഴുത്തുകാരനാവണം എന്ന ആഗ്രഹത്തോടെ നിരന്തരം വായിക്കുകയും നിരന്തരം എഴുതാൻ ശ്രമിക്കുകയും ചെയ്തൊരു കാലത്താണ് ഇങ്ങനൊരു കഥ എഴുതി ആദ്യമായി മാതൃഭൂമിയിൽ അച്ചടിച്ചു വരുന്നത്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ കഥ എഴുത്തും ജീവിതം എല്ലാം അവസാനിച്ചു. എഴുത്ത് വായന എല്ലാം അവസാനിച്ചു. ഒരു 2000 കൂടി ഞാൻ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ജീവനക്കാരനായി. അങ്ങനെ വേറൊരു തരം ജീവിതത്തിലേക്ക് മാറി. അതോടെ ഞാൻ മുമ്പെങ്ങോ എഴുത്തുകാരനാവണമെന്ന് ആഗ്രഹിച്ച ആളാണ് എന്ന് പോലും ഓർമ്മയില്ലാത്ത വിധം ഞാൻ മാറിപ്പോയി. ഞാനൊരു യാത്രക്കാരനായി. പിന്നെ വേറെന്തൊക്കെ പരിണാമങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വലിയ എഴുത്തുകാരൊക്കെ പറയാറുണ്ട്, ചില ചോദനകൾ, ചില പ്രചോദനങ്ങൾ, ചില പ്രേരണകളൊക്കെ കൊണ്ടാണ് അവർ എഴുതുന്നതെന്ന് പറയാറുണ്ട്. അങ്ങനെ ഓരോ മനുഷ്യനെയും ഓരോ എഴുത്തുകാരെയും പ്രചോദിപ്പിക്കുന്ന ഘടകങ്ങൾ വളരെ വളരെ വ്യത്യസ്തമാണ്. നമുക്കറിയാം, ചിലരെ പ്രകൃതി പ്രചോദിപ്പിക്കും, ചിലരെ വലിയ യുദ്ധങ്ങളായിരിക്കും പ്രചോദിപ്പിക്കുന്നത്, ചിലരെ മനുഷ്യബന്ധങ്ങളായിരിക്കും. അങ്ങനെ ഇതിലേതാണ് എന്നെ പ്രചോദിപ്പിക്കുന്നത് പോലും അറിയാതെ ഞാൻ പൂർണ്ണമായും എഴുത്തുകാരനല്ലാത്തൊരു ജീവിതം നയിച്ചു പോകെ